അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി അടയാളം നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. റുക്കൂഇൻ്റെ അർത്ഥം. അപ്പോൾ റുക്കൂഇൻ്റെ അർത്ഥം ഉയരൽ എന്നാണോ കുനിയൽ എന്നാണോ? അപ്പോൾ ഇവിടെ കുനിയൽ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് ഫാത്തിഹയുടെ ആയത്തുകൾ 8, 7. അപ്പോൾ ഏതാണ് ശരി? 7 എന്നുള്ളതാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫാത്തിഹയുടെ തുടക്കത്തിൽ സുന്നത്താണ്. ഏതാണ്? അഊദു ഓതൽ, ആമീൻ പറയൽ. അപ്പം അഊദു ഓതൽ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തെ ചോദ്യം, ഫർള് നിസ്കാരത്തിന് നിൽക്കൽ നിർബന്ധമാണ് സുന്നത്താണ്. അപ്പോൾ ഫർള് നിസ്കാരത്തിന് നിൽക്കൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിർബന്ധമാണ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, 2 ഫർളുകളുണ്ട് കുളിക്ക് വുളൂഇന്. അപ്പോൾ കുളിക്ക് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത് ജറാദിൻ്റെ ശവം നജസിൽ പെടില്ല, നജസിൽ പെടും. അപ്പം ആദ്യത്തേതാണ് നജസിൽ പെടില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തത് റുക്കൂഇൽ നിന്ന് ഉയർന്നു ആദ്യ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് ഇഅ്തിദാൽ. അപ്പോൾ അവിടെ ഇഅ്തിദാൽ എന്നുള്ളതാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. റുക്കൂഇൽ നിന്ന് ഉയർന്ന് ആദ്യ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനാണ് ഇഅ്തിദാൽ. ഇനി രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജഹത്തു ഓതലും സുന്നത്താണ്. അപ്പോൾ അവിടെ ഓതലും സുന്നത്താണ് എന്നുള്ളതാണ് നമ്മൾ പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ നിയ്യത്ത് മനസ്സിൽ കരുതൽ ഫർളാണ്. അപ്പോൾ അവിടെ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് മനസ്സിൽ കരുതൽ എന്ന് നൽകിയിട്ടുണ്ട്. നമ്മൾ പൂർത്തിയാക്കി എഴുതാനുള്ളത് ഫർളാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തത് അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി സ്വാലിഹി അഹ്ലിഹ. അവിടെ സ്വാലിഹി അഹ്ലിഹ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ ഇത് ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് അല്ലേ. ഇനി അഞ്ചാമത്തത് വുളൂഇൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താകുന്നു. അപ്പോൾ അവിടെ ഷർത്താകുന്നു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫാത്തിഹ ഓതുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, വിശേഷണങ്ങൾ, ഷദ്, മദ്, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഷദ്, മദ് എന്നുള്ളത് എഴുതുക. 2 മാത്രമേ അവിടെ എഴുതാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ. ഏതൊക്കെയാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ? ഉറക്കം, ഭ്രാന്ത്, മത്ത്, ബോധക്ഷയം. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ വുളൂ ഇല്ലാതെ അഥവാ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വുളൂ നിർബന്ധമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതെങ്കിലും 2 എഴുതാനുള്ളത്. ചോദ്യം ഒന്നുകൂടെ നോക്കാം. വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: 1 ജുമുഅ ഖുതുബ ഓതൽ, കഅബ തവാഫ് ചെയ്യൽ, മുസ്ഹഫ് തൊടലും അത് ചുമക്കലും, നിസ്കാരത്തിന് പുറമേ നാം ചെയ്യുന്ന മറ്റ് സുജൂദുകൾ. അപ്പോൾ നിസ്കാരത്തിലെ സുജൂദും പിന്നെ നമ്മൾ ഈ സജദയുടെ സുജൂദ്, ശുക്രിൻ്റെ സുജൂദ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യുന്ന അവസരത്തിലും എന്ത് വേണം? വുളൂ വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തത് വിസർജന മര്യാദകൾ.
വിസർജന മര്യാദകൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതുക. ഏതൊക്കെയാണ്? പാദരക്ഷ ധരിക്കുക, തല മറയ്ക്കുക, ഖുർആൻ ദിക്ർ പോലുള്ള ദേഹത്ത് നിന്നും ഒഴിവാക്കുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, വലതുകാൽ വെച്ച് പുറത്തേക്ക് വരിക, വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക, കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക, പ്രവേശിക്കും മുമ്പ് നമ്മൾ പഠിച്ചല്ലോ ഒരു ദിക്ർ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലുക. പുറത്തേക്ക് വന്നതിന് ശേഷം ഗുഫ്രാനക അൽഹംദുലില്ലാഹി ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലുക. അപ്പോൾ ഇതൊക്കെ ഇതിലേതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതുക. ഇനി ഉത്തരം എഴുതാം എന്നുള്ളതാണ് നാലാമത്തെ ഭാഗം. ഒന്നാമത്തെ ചോദ്യം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ എന്ത് ചൊല്ലണം? അപ്പോൾ സുബ്ഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ എന്ത് ചൊല്ലണം എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? സ്വദഖ്ത വ ബരിർത. സ്വദഖ്ത വ ബരിർത എന്നുള്ളതാണ് അവിടെ ചൊല്ലാനുള്ള ദിക്ർ. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്താണ് പറയേണ്ടത്? റുക്കോയിൽ നിന്നും ഉയരുന്ന സമയത്ത്, ആ ഒരു സമയത്ത് എന്താണ് പറയേണ്ടത്? സമി അല്ലാഹു ലിമൻ ഹമീദ, അതാണ് പറയേണ്ടത്. അതവിടെ എഴുതി കൊടുക്കുക. സമി അല്ലാഹു ലിമൻ ഹമീദ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ഹയ്യാലകൾ കേൾക്കുന്നവൻ എന്തു പറയണം? അപ്പം ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുന്ന അവസരത്തിൽ എന്താണ് പറയേണ്ടത്? അപ്പം അതിൻ്റെ ഉത്തരം ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളതാണ് പറയേണ്ടത്. ഇനി അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു എന്തിന്? ഉത്തരം, നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് അറബിയിൽ എഴുതുക. ഉസല്ലി ഫർള ളുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് വരും. ഇനി പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒറ്റ ചോദ്യം മാത്രമേ അവിടെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ അതെന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. വബാരിക് ലീ ഫീമ അഅ്തൈത് വഖിനി ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ലി വലാ യുഖ്ള അലൈക്. അപ്പോൾ അത് കുനൂത്തിലെ ഒരു ഭാഗമാണ് അല്ലേ? അവിടെ അഅ്തൈത് എന്നുള്ളതും മാ ഖളൈത് എന്നുള്ളതും വലാ യുഖ്ള എന്നുള്ളതുമാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.